മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്കെതിരെ പ്രതി ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ആവശ്യവുമായാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. ബാഗിലിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ കഴിച്ചോണം, ഇല്ലെങ്കിലേ ഞാൻ നാളെ സ്കൂളിലേക്ക് അങ്ങ് വരും. അതെനിക്ക് വേണ്ടാഞ്ഞിട്ടാ അച്ചാച്ചി. ഈ അമ്മ ഉണ്ടാക്കണ ആഹാരം ഒന്നും കൊള്ളില്ല. എടി കുരുപ്പേ, ഈ അച്ഛനാണ് ഇവളെ ഇങ്ങനെ പാഴി കളയുന്നേ. പറയുന്നെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്ത് ഇപ്പൊ വീട്ടിലുണ്ടാക്കുന്ന ഒന്നും അവൾക്ക് വേണ്ട. ഒരു കാര്യം ചെയ്, നിന്റെ അച്ഛനോട് പറഞ്ഞ് ഒരു വേലക്കാരി വെക്ക്. അപ്പൊ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തരും. ഒരു പരാതിക്കാരി. അച്ചാച്ചി മിണ്ടൂലേ? നോക്കച്ചാച്ചി, അമ്മ ചുമ്മാ പറഞ്ഞതാ. ഇനി അങ്ങനെ ചെയ്യൂല. കണ്ണടയ്ക്ക്, ഒരു സൂത്രം കാണിച്ചു തരാം. ഇനി കണ്ണുറക്ക്. അമ്മ അറിയല്ലേ? എടീ കുറുമ്പി, നീ കൊള്ളാലോ. എന്തായാലും അമ്മ കാണണ്ട. ആഹാ, കൊള്ളാലോ അച്ചാച്ചിയും കൊച്ചുമോളും. അച്ചാച്ചിക്ക് കഴിക്കാൻ പാടില്ലാത്ത കൊടുക്കാൻ ഒരു കൊച്ചുമോളും, അത് വാങ്ങി കഴിക്കാനൊരു അച്ചാച്ചി. ആ, ഈ പറയുന്ന ആൾക്ക് വേറെ ഒരു കുഴപ്പമില്ലല്ലോ. ഈ മാസം ചെക്ക് ചെയ്തപ്പോ ഷുഗർ ബോർഡറെല്ലാം കഴിഞ്ഞു. സ്കൂളിൽ പോയി ഓടണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഷൂ കണ്ട അത്ര അഴുക്കായില്ലേ? പറഞ്ഞ മനസ്സിലായ? സോക്സ് മൊത്തം അഴുക്കായി. അമ്മ വേണ്ടേ കഴുകാൻ? അച്ഛാ, മോളെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ബെസ്സേറ്റ് വിടണേ. പോയിട്ട് വരാം കേട്ടോ. നമുക്ക് ലഡ്ഡു കഴിക്കാം. ഒന്ന് പെട്ടെന്ന് വാങ്ങിയോട്ട്. ആ, ദാ വരുന്നു. എന്നെ ഒതുക്കിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. ഇനി എപ്പോഴങ്ങ് എത്തുമെന്തോ. ശരാ, സോദി, നീ ഇപ്പൊ ഇറങ്ങിയുള്ളോ? അതേടാ, ലേറ്റ് ആയി പോയി. ഇനി എന്നെ വിട്ടിട്ട് വേണം ചേട്ടൻ ഓഫീസിൽ പോവാൻ. അത് സാരമില്ല,
നീ പെട്ടെന്ന് വന്നാൽ മതി. ചേട്ടൻ ലേറ്റായെങ്കിൽ ചേട്ടൻ വിട്ടോ, ഞാൻ കൊണ്ടുപോയിക്കോളാം. സാരമില്ല, ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു പറഞ്ഞാലും ആ മാനേജറെ വായിരിക്കണം മൊത്തം കേൾക്കണ്ടേ? ഞാൻ രഞ്ജിത്തിന്റെ കൂടെ പൊക്കോളാം, ചേട്ടൻ പൊക്കോ. നീ വന്നത് ഭാഗ്യായി. ഞാൻ സ്വർഗത്തിലെ കട്ടുമ്പായടി. ഒന്ന് പോടാ. എന്താ മോനെ? ഒന്നുമില്ല അച്ഛാ, ഇനി നിന്നാൽ ലേറ്റാവും. മോളെ വാ, ബസ് വന്ന്. എടോ സതീഷേ, താൻ കൊടുത്ത CD റിപ്പോർട്ട് വെച്ച് പരമാവധി ശിക്ഷയൊന്നും കിട്ടാൻ പോണില്ല. കൂടിപ്പോയൊരു ജീവപര്യന്തം. അതല്ല സാറേ, ഞാൻ ആ ബാധിക്കപ്പെട്ടവരുടെ കണ്ണുനീര് കണ്ടതാ. ഒരു പിഞ്ചു കുഞ്ഞിന് സോറി സാർ. നിർത്തടോ തൻ്റെ ഒരു സാറ് വിളി. നമുക്കിടയിൽ അത് വേണോ? അതല്ല സാർ. അല്ല രാമേട്ടാ, ഈ കേസ് എൻ്റെ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആണ്. അതിനെന്താ, താൻ കേസ് അന്വേഷിച്ചു പ്രതിയെ കണ്ടെത്തി. കോടതി അവനെ റിമാൻഡ് ചെയ്തു. 80 ദിവസത്തിനുള്ളിൽ CD റിപ്പോർട്ടും കൊടുത്തു. അതിലാണ് എൻ്റെ സംശയം. താൻ എന്തിനാണ് ഇങ്ങനെ ഇമോഷൻ ആവുന്നത്? താൻ ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്തു. ഇനി അവനെ വെറുതെ വിടണോ തൂക്കിക്കൊല്ലണോ അതൊക്കെ കോടതി തീരുമാനിക്കും. അച്ചാച്ചി. ആ മോള് വന്നോ? യെസ് സാർ. അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഓ മോളെ. അമ്മ എപ്പോഴും പറയും അച്ചാച്ചിയെ പാഴാക്കണ ഈ അങ്കിളാണെന്ന്. എടി കുറുമ്പി, നീ പിന്നെയും കുത്തിത്തിരിപ്പുണ്ടാക്കിയോ? ആ പോയി ഡ്രസ് മാറ് പോ. ഓ ഭയങ്കര ജാട, ഞാൻ പോണു. അയ്യോ നോക്കി, മോള് നല്ല ആക്റ്റീവ് ആണല്ലോ രാമേട്ടൻ. അതേടോ, മോളുള്ളോണ്ട് സമയം പോകുന്ന അറിയുന്നില്ല. എന്താ കാണണോന്ന് പറഞ്ഞേ? മോളെ സ്വാതി, ആ ഗുളി അങ്ങെടുത്തേ.
ഫോൺ ഓഫാക്കിയിട്ട് അച്ഛൻ്റെ റൂമിൽ പോയി കിടക്കടി. എന്താ അമ്മേ, ഇന്നെങ്കിലും ഞാൻ അച്ഛൻ്റെ കൂടെ കിടക്കട്ടെ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? പോ. ഇല്ല, ഞാൻ വരില്ല. വാടി ഇങ്ങോട്ട്. ഞാൻ ആരാണല്ലോ നിന്നോട് പറഞ്ഞത്? ഇങ്ങോട്ട് വാ. ഞാൻ വരൂല. മോള് പോയി അച്ഛൻ്റെ റൂമിൽ കിടന്നോ. പൊക്കോ. ആമി, മോളെ മോളെ, എന്തു പറ്റി മോളെ? മോളെ ആമി, എണീക്ക്. സ്വാതി, രമേശ, ഇവരിത് എവിടെ പോയി? മോളെ എണീക്ക്. മോളെ, ആ, അയ്യോ. മോളെ മോളെ, ആമി, മക്കളെ, മോളെ, വെള്ളം എടുക്കാൻ ആരുമില്ല. സ്വാതി, ഇവളിത് എവിടെ പോയി? സ്വാതി, മോളെ, സ്വാതി. രാമേട്ടാ, 1-2 മാസമായില്ലേ ഇങ്ങനെ? മോളെ സ്കൂളിൽ വിടാതെ ഇങ്ങനെ അടച്ചിരുന്നാൽ എങ്ങനെ? ഇതെന്റെ സ്റ്റേഷൻ പരിധി അല്ലെങ്കിലും എല്ലാ റിപ്പോർട്ടും ഞാൻ കണ്ടതാ. സ്വാതി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അതെന്താണെന്നാ ഒരു പിടിയും കിട്ടുന്നത്. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. എന്തെങ്കിലും അറിയണമായിരുന്നെങ്കിലേ അവളുടെ സുഹൃത്തായ രഞ്ജിത്തിനോട് ചോദിക്കണമായിരുന്നു. പക്ഷെ സ്വാതി മരണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ അവനും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അല്ല, രമേശ് എവിടെ? ഭാര്യ ഒരു അവിവേകം കാണിച്ചെന്ന് കരുതി എത്ര നാൾ അവൻ ജോലിക്ക് പോകാതിരിക്കും? ഇപ്പൊ അവൻ ജോലിക്ക് പോയി തുടങ്ങി. ആമി മോളോ? എന്തു പറയാനടോ, ഒരു മാറ്റമില്ല. സ്വാതിയുടെ മരണം അവളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ആ പഴയ കളിയും ചിരി ഒന്നുമില്ല. എപ്പോഴും ആ മുറിയിൽ അടച്ചിരിപ്പന്നെ. ഞാനൊന്ന് അവളെ കാണട്ടെ. അല്ല രാമേട്ട, ആമി എങ്ങനെയാണ് അന്ന് ചേട്ടൻ്റെ അടുത്തുനിന്ന് ഹാളിലേക്ക് എത്തിയത്? അറിയില്ലടോ. ചിലപ്പോ ആമിമോളായിരിക്കും ആദ്യം എണീറ്റ് അടുക്കളയിൽ പോയത്. സ്വാതിമോളെ ആദ്യം കണ്ടതും അവളായിരിക്കും. അതിനുശേഷമാണ് അവളെങ്ങനെ ആരോടും മിണ്ടാതെ റൂമിൽ. വാ, താൻ പോയി കാണാം. മോളെ, അങ്കിളാണ് മോളെ. എണീക്ക് മോളെ. എന്ത് പറ്റി മോളെ? മോളെ മോളെ, അങ്കിളാ മോളെ. മോളെന്തിനാ പേടിക്കുന്നേ? ശരി, മോളെ റെസ്റ്റ് എടുത്തു. അങ്കിൾ പോയിട്ട് വരും. മോളെ, മോളോ, മോള് പേടിച്ചു പോയോ? അമ്മ ഉണ്ടടാ കൂടെ. മോളെ, എന്റെ മോളെവിടെയാ? വാ, അമ്മയുടെ അടുത്ത് വാ. ആ, സാറപ്പം വന്നു.
ഞാൻ കുറച്ചേരായി മോനെ വന്നിട്ട്. ആ. ഞാൻ ആമി മോളെ കണ്ടിരുന്നു. നമുക്ക് അവളെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. നമുക്ക് അവളെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണം. അതെ സാർ, അവളുടെ അമ്മയും എന്താണ് ഏതാണെന്ന് പറയാതെ പോയി. എനിക്കിനി അവൾ മാത്രമേ ഉള്ളൂ, എൻ്റെ ആമിമോള്. അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. സ്വാതി, അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അവൾക്ക് ആമിമോളെങ്കിലും ഒന്ന് ഓർക്കാമായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാ. എന്ത് പ്രശ്നം സാർ? ഈ 10 വർഷത്തിനിടയിൽ എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാ കുടുംബങ്ങളിലും ഉള്ളതുപോലെ കൊച്ചു കൊച്ചു സൗന്ദര്യപ്പിണക്കങ്ങൾ, അല്ലാതെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല മോനെ, ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. അവൾക്ക് ആരെങ്കിലും Stop, sir. സ്വാതി അങ്ങനെ ഒരു പെണ്ണല്ല. ഇനി അവളുടെ സമ്മതമില്ലാതെ ആരെങ്കിലും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതാണ് അവളുടെ മരണകാരണമെങ്കിൽ, ആ വ്യക്തി ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല. മോനെ, പെട്ടെന്ന് എന്താ അന്ന് ആമിക്ക് സംഭവിച്ചത്? അന്ന് മോൻ വീട്ടിലുണ്ടായിരുന്നതല്ലേ? ഞാനന്നും പതിവ് പോലെ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മോള്
അച്ഛാ. മോളെ അമ്മി അമ്മി മോളെ ഒന്നുകൂടെ വിളിക്കും മോളെ. ഞാൻ അച്ചാച്ചിയെ വിളിക്കട്ടെ. മോളെ മോളെ നീ എന്തായി കാണിക്കുന്നത്? അച്ഛാ, ആമിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാ. ഞാൻ അമ്മേന്റെ അടുത്ത് പോവുകയാ. മതി, നിർത്തടാ. നീ എന്തറിയാനാടാ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ കയറി വരുന്നത്? നിന്റെ പോലീസ് ബുദ്ധി എന്ത് കണ്ടുപിടിക്കാനാടാ? ഇവിടെ ആരും ആരെയും കൊന്നിട്ടില്ല. തിരിച്ചു മറിച്ചുള്ള അവന്റെ ഒരു വിചാരണ. ഇതെന്റെ വീട്. ഇനി മേലാൽ ഒരുത്തനും ഒരു സങ്കടവും പറഞ്ഞ് എന്റെ വീട്ടിൽ കയറി വരരുത്. എനിക്ക് ആരെയും കാണണ്ട. ഇനി മേലാൽ നിങ്ങൾ ആരും എന്നെ കാണരുത്. അച്ചാച്ചി മിണ്ടൂലേ? അച്ചാച്ചി എവിടെയാ? അച്ചാച്ചി വിഷമിക്കണ്ട കേട്ടോ. അച്ചാച്ചി അച്ചാച്ചി അച്ചാച്ചി. സർ സോറി സർ, അച്ഛനിപ്പോൾ ടോട്ടൽ ഇങ്ങനെയാ. ആമി കൂടെ പോയതിന് ശേഷം എപ്പോഴും ഇങ്ങനെയാ. ആഹാരവും മരുന്നും ഒന്നും സമയത്ത് കഴിക്കുന്നില്ല. എല്ലാത്തിനോടൊരു അറപ്പും ദേഷ്യവുമാണ്. ഓക്കെ മോനെ, എനിക്ക് മനസ്സിലാവും. ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. രമേശ, 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 തുറക്കട. എന്താ അച്ഛൻ രാവിലെ? രാവിലെയാ? ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങരുതെന്ന്. നീ ആ ഫോൺ എടുത്ത് സ്വാതി ഒന്ന് വിളിക്കുക. സ്വാതിയോ? അച്ഛൻ എന്താ അച്ഛൻ പറയുന്നത്? എടാ സ്വാതി തന്നെ. അവൾ വരുമ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചോണ്ട്. കേക്കോ? അല്ലെങ്കിൽ വേണ്ട, ആമിക്കിഷ്ടം പായസമാണ്. അച്ഛൻ എന്താ പ്രാന്തായോ അച്ഛൻ? നീ മറന്നട, ഇന്നത്തെ ദിവസം ആമിയുടെ പിറന്നാളാണ്. അവളിപ്പോൾ വരും. അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ പുലമ്പുന്നത്? നീ 2 പേർ പാല് വാങ്ങിച്ചോളൂ. അല്ല വേണ്ടടാ, പാല് ഫ്രിഡ്ജിലുണ്ട്. നീ പോയി കുളിച്ചിട്ട് വാ. ഞാനും കുളിക്കാം. അല്ലെങ്കിൽ വേണ്ട, ആമി മോളെ കുളിപ്പിച്ചിട്ട് ഞാൻ കുളിക്കാം. ആ സാർ, അച്ഛനിപ്പോൾ അസുഖം കുറച്ച് കൂടുതലാണ്. എന്താ ഇപ്പം ചെയ്യണ്ടേ? അത് വേണോ? പ്രായം കുറച്ച് കൂടുതലല്ലേ? ഇനി എത്ര നാളെന്ന് വെച്ചാൽ? അച്ചാച്ചിയുടെ ആമി മോള് വന്നോ? വാ ചക്കരേ. സാർ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വിളിക്കാം. വാ വാ. അച്ചാച്ചിയുടെ പിറന്നാൾ കുട്ടി എന്താ താമസിച്ച? പിറന്നാളായിട്ട് യൂണിഫോമായിട്ട് എന്തിനാ? കളർ ഡ്രസ് ഇട്ടുകൂടായിരുന്നോ? അച്ഛാ, മോള് വാ. അച്ചാച്ചി മോളെ അന്വേഷിച്ച് രാവിലെ മുതലേ കാത്തിരുന്ന് മടുത്തു. പിന്നെ അച്ചാച്ചി കിടന്നുറങ്ങി. എണീറ്റിട്ട് അച്ചാച്ചി പായസം ഉണ്ടാക്കി വെച്ച് കഴിക്കുക.
നീ എന്താടാ നോക്കിയിരിക്കുന്ന? കഴിക്കേ. കഴിക്കടാ. മോള് കഴിക്കുന്ന കണ്ടില്ലേ? കഴിച്ചോടാ. അച്ഛാ, നീ എന്ത് കരുതിയടാ? മാമി പോകുന്നതിന് മുമ്പ് അവളെല്ലാം എന്നോട് പറഞ്ഞു. അച്ഛൻ എന്തറിഞ്ഞിട്ടാ? അവക്ക് ഭ്രാന്ത. അവള് പോയപ്പോ അച്ഛനും തുടങ്ങി അവളെ ഭ്രാന്ത്. ഭ്രാന്ത് ഭ്രാന്ത് നീയാണടാ എൻ്റെ കുട്ടിയെ ഭ്രാന്തിയാക്കിയത്. അവൾ എന്താ എന്നോട് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? രാത്രി ഞാൻ അമ്മയെ കാണാൻ പോയതാ. അപ്പൊ എനിക്കറിയാനുള്ളത് നീ എന്തിനാണ് എൻ്റെ സ്വാതിമോളെ കൊന്നതെന്ന്. അത് നിന്റെ വായിന്നറിയാൻ വേണ്ടിയാ ഞാൻ ഇതുവരെ ആരോടും പറയാതിരുന്നത്. തനിക്കറിയണോടോ ആ പിഴച്ചവളെ കൊന്നത് എന്തിനാണെന്ന്? പറയാടോ. തൻ്റെ ഒരു പൊന്ന് സ്വാതിമോള്. എന്തിനാണ് നീ കൊച്ചിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ വന്നപ്പോൾ പോലെ ശ്രദ്ധിക്കുക. നിനക്കെന്താ പ്രശ്നം? എനിക്കല്ലല്ലോ പ്രശ്നം. പിന്നെ നിങ്ങൾ ഇന്ന് രഞ്ജിത്തിനെ വിളിച്ചിരുന്നോ? എന്താ കാണണോന്ന് പറഞ്ഞേ? പറയാം. ഇതൊന്ന് കേട്ട് നോക്ക്. കേൾക്ക്. എടാ രഞ്ജിത്തെ, നിനക്കവളെ ബൈക്ക് കയറ്റിക്കൊണ്ട് പോയില്ലെങ്കിൽ ഉറക്കം വരൂലല്ലടാ. നിങ്ങൾ ഓഫീസിലേക്കാണോ പോണത്, അതേ ഹോട്ടലിലേക്കാണോ പോണത്? എങ്ങനെ ഉണ്ടോ അവള്? ചുമ്മാ അല്ല, കുറെ നാളായിട്ട് അവൾക്ക് തന്നെ വേണ്ട. ഒന്ന് പറയടാ നീ അവളോടൊന്ന്, എന്നെയും കൂടെ ഒന്ന് പരിഗണിക്കാൻ. ഒന്ന് പെറ്റേറ്റ ക്ഷീണമൊന്നും അവൾക്കില്ലല്ലേ? കൊള്ളാടാ.
സോറി. നിർത്ത് സ്വാതി. നീ ഇത് കേട്ടല്ലോ. നമ്മൾ തമ്മിലുള്ള നല്ല റിലേഷനാണ് നിന്റെ ഭർത്താവ് ഇത്ര വൃത്തികെട്ട രീതിയിൽ അയച്ചു തന്നിരിക്കുന്നത്. അയാളയച്ച മെസ്സേജ് നീ കേട്ടോ? രഞ്ജിത്ത് പ്ലീസ്. ഇനി നീ ഒന്നും പറയണ്ട. ഇത്രയും നാൾ നിങ്ങളുടെ ഈ ബാഡ് ഇമേജ് പുറത്തറിയാതിരിക്കാൻ ഈ മുറിക്കുള്ളിൽ ഒതുക്കുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവനോട് ഇന്ന് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞത്? ഒരു ഭാര്യ എന്ന പരിഗണന വേണ്ട, ഒരു സ്ത്രീ എന്ന പരിഗണന തന്നൂടെ എനിക്ക്? അതെങ്ങനെ ഉണ്ടാകാനാ? ഒരമ്മയുടെ സഹോദര സ്നേഹം അറിഞ്ഞിട്ടില്ലല്ലോ താൻ. കുറെ നാളും ഇതിനെ ആസ്വദിക്കുക. നിനക്ക് അവയില്ലാതെ പറ്റൂലേ? എന്നെക്കാൾ കൂടുതൽ അവന് താടിയതിന് പ്രത്യേകത. അവനെന്നെക്കാൾ സൗന്ദര്യം കൂടുതലാണ്. പറ, എന്നെക്കാളും അവന് പ്രായം കൂടുതലാണ്. പറ, അതെ, അവൻ എന്നെക്കാൾ സ്മാർട്ടാണ്. പറയടി. അതോ will you make you feel better than me? പറയടി. ഇന്ന് ഈ നിമിഷം നിന്നെപ്പോലൊരു സംശയ രോഗിക്ക് ജന്മം നൽകിയതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛവും വെറുപ്പുമാണ്. ഒരു തെറ്റും ചെയ്യാത്ത സ്വാതി മോളെ നീ സംശയത്തിന്റെ കണ്ണിലൂടെ കണ്ടു. എന്നിട്ട് അവളെ നീ കൊന്നുകളഞ്ഞില്ലടാ ദ്രോഹി. നീ ചെയ്ത ഒരു തെറ്റ് കാരണം എന്റെ ആമിമോള് സ്വയം ജീവൻ ഒടുക്കില്ലടാ. അല്ലടാ നായേ. സ്വയമോ? എന്നാ ഇതുകൂടെ കേട്ടോടാ പരട്ട കളവ. ജന്മം കൊടുത്ത ഞാൻ തന്നെയാണോ? എന്തിനാ അച്ഛൻ എന്റെ അമ്മയെ കൊന്നത്? മോളിപ്പോ എന്താ പറഞ്ഞേ? ഞാൻ കണ്ടതാ. എന്ത് കണ്ട്? അമ്മയെ അച്ഛൻ കൊല്ലണത്. എവിടെ? അടുക്കളയില്. അടുക്കളയിൽ? അടുക്കളയിലൂടെ വാ. ഇവിടെയാ? അതാ അവിടെയാ? അതാ ഇവിടെയാ? ഇവിടെ പറമോളെ, ഇവിടെ. മോളെന്താ കണ്ടേ? പറമോളെ, മോളെന്താ കണ്ടേ? പറ. ഞാൻ എല്ലാവരോടും പറയും. അച്ഛൻ കൊന്നോ? അച്ഛനാണ് അമ്മയെ കൊന്നതെന്ന്. അച്ഛൻ കൊല്ലണ? അച്ഛൻ കെട്ടി തൂക്കണ? പറ. പേടിച്ചാ മോള്? മോക്ക് അമ്മയെ എടുത്ത് പോണം. അമ്മയെ കാണണ്ടേ മോക്ക്? വേണ്ട. മോള് പേടിച്ചാ മോള്? ഇങ്ങി വാ മോളെ, ഇങ്ങി വാ മോളെ, വാ മോളെ, ഇല്ല. വാ മോളെ, ഇല്ല. വാ മോളെ, വാടി. എന്നെ വീട്. അച്ചാച്ചി.
അച്ഛാ, അച്ഛൻ ക്ഷമിക്കുക അച്ഛാ. ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം. ആർക്കും പൊറുക്കാനാവാത്ത തെറ്റ്. അച്ഛൻ സതീഷ് സാറിനെ വിളിക്ക്. കോടതി അംഗീകരിക്കുന്ന ഏത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. അത് തൂക്കുകയാണെങ്കിൽ പോലും എന്നെ അഴിച്ചുവിട അച്ഛാ. അച്ഛൻ സതീഷ് സാറിനെ വിളിക്ക്. വിളിക്കാം. ഒരു ജഡ്ജിയായ എനിക്ക് വിധി എഴുതാനേ കഴിയൂ. അത് നടപ്പിലാക്കാൻ കഴിയില്ല. എടോ, താനൊന്ന് വീട് വരെ വരണം. അതൊക്കെ വന്നിട്ട് പറയാം. അച്ഛാ, എന്നെ അഴിച്ചുവിടച്ച. ഞാൻ പണ്ട് ക്ലാസ്സിൽ കോമ്പസിറ്റർ കൂട്ടുകാരനെ കുത്തിയപ്പോഴും അച്ഛൻ എന്നെ ശാസിച്ച് ഞാൻ പിന്നെ ആ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അച്ഛാ. ഞാൻ നന്നായില്ലേ? ആ മോനായിട്ട് ഞാൻ പറയും, എന്നെ അഴിച്ചുവിട്. ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ആഗ്രഹിച്ചിട്ട് ചെയ്തതുമല്ല. എന്നെ അഴിച്ചുവിടച്ച. എന്നോട് ക്ഷമിക്കച്ച. അഴിച്ചുവിടാം. നീ ഇനിയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ. കോടതി മുറിയില് നീ എല്ലാം ഏറ്റുപറയണം. അതേടാ, ദൈവത്തിന്റെ കോടതിയില്. പാടാൻ കൈകളില്ലേ, അച്ഛൻ്റെ താളമില്ലേ. താരാട്ടുപാടാൻ കൈകളില്ലേ, അച്ഛൻ്റെ താളമില്ലേ. അച്ഛൻ പഠിപ്പിച്ചൊരാദ്യാക്ഷരമേ, സ്വപ്നങ്ങൾ ചോരാതെ കാത്തതല്ലേ. അച്ഛൻ പഠിപ്പിച്ചൊരാദ്യാക്ഷരമെൻ, സ്വപ്നങ്ങൾ ചോരാതെ കാത്തതല്ലേ. ഓർമ്മകൾ ഈണങ്ങളായി എൻ നെഞ്ചിൽ തീരാത്ത നൊമ്പരമാ. സ്നേഹത്തിൻ ചുംബനമേറ്റ കവിൾ നീരിൽ വേദനയായി. സ്നേഹത്തിൻ ചുംബനമേറ്റ കവിൾ നീരിൽ വേദനയായി. താരാട്ടുപാടാൻ കൈകളില്ലേ, അച്ഛൻ്റെ താളമില്ലേ. അച്ഛൻ പഠിപ്പിച്ചൊരാദ്യാക്ഷരമെൻ, സ്വപ്നങ്ങൾ ചോരാതെ കാത്തതല്ലേ. അച്ഛൻ പഠിപ്പിച്ചൊരാദ്യാക്ഷരമെൻ, സ്വപ്നങ്ങൾ ചോരാതെ രാമേട്ടാ, രാമേട്ടാ, എന്താ ഈ കാണിച്ചത്? അവനെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാ പോരായിരുന്നോ? അവനെ കൊന്ന എന്തിനാ? ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോടാ.
ഉണ്ടായിരുന്ന ഒരു തെളിവില്ലേ അത് നശിപ്പിച്ച്. എൻ്റെ പൈസയുടെ കേസ് അത് മറക്കല്ലേ. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി പിടിക്കാതിരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. പിന്നെ എനിക്ക് തരേണ്ടത് എന്താണെന്ന് ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അറിയാം സർ. അതങ്ങ് എത്തിയേക്കണം.